പ്രിയമുള്ളവർ, നമുക്ക് നമ്മളുടെ പ്രോഗ്രാം ആരംഭിക്കാം. അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് 2025 എന്ന് നമുക്കറിയാം. അതിന് പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ശില്പശാല നവലോക ക്രമത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എന്ന വിഷയത്തിന്മേൽ ഉള്ളതാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ സുരക്ഷയിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലും നാളെയുടെ പ്രത്യാശകളും എന്ന വിഷയത്തിൽ തയ്യാറാക്കിയിട്ടുള്ള വിവിധ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് അത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകം, അതിൻ്റെ പ്രചാരണവുമാണ് നമ്മൾ ഇന്നിവിടെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹകരണ പ്രസ്ഥാനമാണ് ഏറ്റവും ജനകീയമായ, സാധാരണ ജനങ്ങൾക്കിടയിൽ കരുത്തുറ്റ ഇടപെടൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമെന്ന് നമുക്കറിയാം. ഒരു ശക്തമായ കൂട്ടായ്മയാണത്. അതിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല. അതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവുമെല്ലാം വളരെ സുവ്യക്തമാണ്. നമുക്ക് അത് കൈകാര്യം ചെയ്യുന്നവരുടെ എന്തെങ്കിലും അവർ കൈകാര്യം ചെയ്യുന്നത് മൂലമുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു ചേരുന്ന അതിൻ്റെ വിമർശനങ്ങളോ അല്ലെങ്കിൽ അതുമൂലമുള്ള പ്രശ്നങ്ങളോ അല്ലാതെ സഹകരണ പ്രസ്ഥാനത്തിന് തനതായിട്ടുള്ള അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ യാതൊരുവിധ തകരാറുമില്ലാത്തതാണ്. പക്ഷേ നമ്മളുടെ ചുറ്റുപാട് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും അറിയുന്നതും അത് കൈകാര്യം ചെയ്യുന്നവർ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ വിശ്വാസ്യത വളരെ ശക്തിമത്താണ്, കരുത്തുറ്റതാണ്. സാധാരണ ജനങ്ങളിലേക്ക് സമ്പത്തിൻ്റെ വിതരണത്തിൻ്റെ സമത്വം അല്ലെങ്കിൽ സമ്പത്തിൻ്റെ വിതരണത്തിൻ്റെ തുല്യത എന്നുള്ള നമ്മളുടെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ എത്തിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ലോകമാകെ, നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മളുടെ സംസ്ഥാനത്തും ഇത് അത്രയും മേൽ ശക്തമായി നിൽക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നമ്മളുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മഹത് വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ വിഷയം നവലോക ക്രമത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ പ്രാധാന്യവും, ആ വിഷയത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നവരും അതോടൊപ്പം തന്നെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിൽ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലും അതിൻ്റെ നാളെയുടെ പ്രത്യാശകളും എന്ന പുസ്തകത്തിൻ്റെ പ്രചാരണവും, ഇത് രണ്ടുമാണ് ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ചെയർമാൻ പ്രൊഫസർ KKM യൂസഫ് സാറാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമ്മൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മളുടെ ശില്പശാല അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് PS ഗോപിനാഥൻ അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമ്മൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ പുസ്തക പ്രചാരണം അതിൻ്റെ കൈമാറൽ നിർവഹിക്കുന്നത് അങ്കമാലി എറണാകുളം അതിരൂപതയുടെ വികാരി ജനറൽ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമ്മൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മളുടെ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന രണ്ട് വലിയ വ്യക്തികളുണ്ട്. ഒന്ന് കുസാറ്റിലെ അസോസിയേറ്റ് പ്രൊഫസർ സംഗീത K. പ്രതാപാണ്. മാഡത്തെ വളരെ സ്നേഹപൂർവ്വം നമ്മളുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു വ്യക്തി ഇന്ന് ഇവിടെ നമ്മളുടെ ഈ ചടങ്ങിൽ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്നത് ICMൻ്റെ മുൻ ഡയറക്ടർ NV ബാബു സാറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നമ്മൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രചാരണത്തിൻ്റെ ഭാഗമായി പുസ്തകം ഏറ്റുവാങ്ങുന്നത് BTHലെ ഗോപിനാഥ റാവുവാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നമ്മളുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ ഈ ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും മുൻകൈ പ്രവർത്തനം നടത്തുകയും അതിനെ വളരെ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന, വർഷങ്ങളായി സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൃക്കാക്കര സഹകരണ ആശുപത്രിയുടെ മുൻ പ്രസിഡൻറ്റും അതിൻ്റെ സ്ഥാപക വ്യക്തികളിൽ ഒരാളും എല്ലാമായ
അബ്ബാസ് സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റൊരു വലിയ വ്യക്തി കേരള ബാങ്കിൻ്റെ ഡയറക്ടർ മാണി വിധേയത്തിലാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നമ്മൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധങ്ങളുള്ളവരാണ്. അതോടൊപ്പം തന്നെ ഇതിനെ വളരെ ഗൗരവപൂർവ്വം തന്നെ വീക്ഷിക്കുന്നവരാണ്. നമ്മളുടെ കാർഷിക വൃത്തിയെ, കൃഷിയെ, ആരോഗ്യ സുരക്ഷയെ, സഹകരണ പ്രസ്ഥാനത്തെ, അത്തരം സേവന മേഖലകളെ ഏതെല്ലാം രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം ആ രീതിയിലെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരും അതാണ് സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുന്നവരുമായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും. അവരെല്ലാം നമ്മൾ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ 2025 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് എന്നുള്ള അത് വെച്ചിട്ടാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്നും ഒരു പബ്ലിക് അവെയർനെസ് നമ്മളെല്ലാവരിലും ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണത് ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം UN പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മളാണ് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്കറിയാം ഈ കോപ്പറേറ്റീവ് ഒരു മൂവ്മെൻറ്റ് കൊണ്ട് മാത്രമേ നമുക്കൊരു വലിയൊരു പ്രോഗ്രസ് രാജ്യത്തിനും ലോകത്തുമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഒരാൾക്കായിട്ട് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു സംഘടിതമായിട്ട് നമ്മൾ ചേർന്നാലേ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റുള്ളൂ. ആ ഒരു തീം വെച്ചുകൊണ്ട് തന്നെയാണ് 2025 ആ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഇത് പറഞ്ഞേക്കുന്നത്. നമുക്ക് ലോകം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും ഈ സഹകരണ പ്രസ്ഥാനത്തിലൂടെ. നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായി ആദരണീയനായ ജസ്റ്റിസ് PS ഗോപിനാഥൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നിപ്പോൾ ഒരു വാണിജ്യ സംസ്കാരത്തിൻ്റെ പിടിയിലാണ് നമ്മളെല്ലാവരും. ഈ സാഹോദര്യം എന്നുള്ളത് നമ്മുടെ ഇടയിൽ നിന്നിങ്ങനെ മാഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം കാണുന്നു. ഇവിടെ ആശുപത്രികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ആശുപത്രിയുടെ കാര്യത്തിൽ അതിലും വാണിജ്യ സംസ്കാരമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി ആശുപത്രികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ സാഹോദര്യമൊന്നുമില്ല. സഹകരണ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നത് ജനങ്ങൾക്ക് സർവീസ് കിട്ടുന്ന, അല്പമെങ്കിലും ഒരു സാഹോദര്യ മനോഭാവം കിട്ടുന്ന അല്ലെങ്കിൽ സാഹോദര്യ സ്നേഹത്താൽ സർവീസ് കിട്ടുന്നൊരു പ്രസ്ഥാനങ്ങളാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ. ഭക്ഷണ കാര്യത്തിൽ നാം വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല. എപ്പോഴും രുചിയുടെ പുറകെ മാത്രം പോകുന്നു. അതിനൊരു മാറ്റം വരണം. അതിന് ഇതുപോലുള്ള പുസ്തകങ്ങൾ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കഴിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചിട്ട് അത് എത്രത്തോളം കഴിക്കണമെന്ന് ചിന്തിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അത് മതിയാകുമ്പോൾ നിർത്തുക. അങ്ങനെ വന്നാൽ തന്നെ ആരോഗ്യ പ്രശ്നം കാര്യമായിട്ടുണ്ടാകില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ചോയ്സ് ഈസ് അവേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് കഴിക്കണം എന്നും തീരുമാനിക്കാനുള്ള തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നമുക്കുള്ളതാണ്. അത് നമ്മൾ തീരുമാനിക്കുക. അതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെമിനാർ പൂർണ്ണമായും ഫലപ്രദമായിരിക്കട്ടെ എന്നും ഗുണപ്രദമായിരിക്കട്ടെ എന്നും ഇവിടെ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഈ കേൾക്കുന്ന കാര്യങ്ങൾ മനനം ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും സൂക്ഷിക്കണം എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് അതുപോലെ തന്നെ ജൈവ കാർഷിക മേഖലയിൽ ആരോഗ്യ സുരക്ഷയുടെ കാര്യത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചും സവിസ്തരം ഈ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നമുക്ക് വളരെ ഈ കൈരളിക്ക് വലിയ സംഭാവനയാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താക്കൾ, ഇതിൻ്റെ എഡിറ്റേഴ്സ്
ഡോക്ടർ ജോസഫും ശ്രീ MM അബ്ബാസും ചെയ്തിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് കേരളത്തിലെ സമൂഹത്തിന് വ്യക്തമായ ധാരണ നൽകാനായിട്ട് പര്യാപ്തമാണ്. അത് പറയാൻ കാരണം സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങിയിട്ട് 120 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ബ്രിട്ടീഷ് ഗവൺമെൻറ് തുടങ്ങിയതാണ്. പിന്നീട് തദ്ദേശ സർക്കാരുകൾ വന്നു കഴിഞ്ഞപ്പോൾ അവരും ആ മേഖലയിൽ വളരെയേറെ താല്പര്യത്തോടു കൂടെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഈ 120 വർഷം ആയിട്ടുള്ളൂ ഈ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ ചാവറയച്ചൻ ഇവിടെ സഹകരണത്തിൻ്റെ ഒരു പന്താവ് തുറന്നിട്ടുണ്ട്. നമുക്ക് കേരളത്തിലെ ആളുകൾക്ക് സുപരിചിതമായ 2-3 വാക്കുണ്ട്. പിടിയരി, കെട്ടുതെങ്ങ്, നമുക്ക് പരിചിതമായ വാക്കുകളാണ്. ഇത് ചാവറയച്ചൻ 1890 ആ വർഷങ്ങൾ 1800കളുടെ അവസാനങ്ങളിൽ ചാവറയച്ചൻ വരാപ്പുഴ അതിരൂപതയുടെ വികാരി ജനറലായിരിക്കുമ്പോൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അതിന് കാരണം പറയുന്നത് അദ്ദേഹം വികാരി ജനറൽ എന്ന രീതിയിൽ ഇടവകൾ സന്ദർശിക്കാൻ പോയപ്പോൾ ആ ഇടവകളുടെ വളർച്ചയ്ക്ക് എങ്ങനെ ആളുകളെ സഹകരിപ്പിക്കാം എന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു ഉൾക്കാഴ്ചയാണ് കെട്ടുതെങ്ങ് എന്ന് പറയുന്നത്. കെട്ടുതെങ്ങെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പുരയിടത്തിലെ തെങ്ങ് പള്ളി ആവശ്യത്തിന് അവർ കൊടുത്താൽ ആ തെങ്ങിനൊരു അടയാളം ഇട്ടിരിക്കും. ആ തെങ്ങിൻ്റെ ആദായം പിന്നെ ആ ഉടമസ്ഥന് അവകാശപ്പെട്ടതല്ല. ആ തെങ്ങ് കൃഷി ചെയ്യാൻ വളമിടാനായിട്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് തന്നെ അതിൻ്റെ ചുവട് കിടച്ച് വളമിടുന്ന പ്രക്രിയ നടത്തും. സമയമാകുമ്പോൾ അതിൻ്റെ ആദായം പള്ളി എടുക്കും. അത് പള്ളിയുടെ നിത്യച്ചെലവിന് വേണ്ടിയിട്ടല്ല, പൊതുകാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നല്ലെങ്കിൽ വിദ്യാലയം പള്ളിക്കൂടം ഉണ്ടാക്കാനായിട്ട്, അതല്ലെങ്കിൽ പള്ളിക്കായിട്ട്, അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്ന രീതിയിൽ. അങ്ങനെ കെട്ടുതെങ്ങും പിന്നെ പിടിയരി വളരെ ഫേമസ് ആണ്. അത് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് അരി അളന്നെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി മാറ്റിവെക്കുക. അങ്ങനെ കളക്ട് ചെയ്യുന്ന അരി അവസാനം വിറ്റ് കിട്ടുന്ന കാശ് പള്ളിയെ ഏൽപ്പിക്കുക. അത് മെത്രാനച്ചനെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ആ മെത്രാനച്ചൻ അത് പൊതുകാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. ഞാനൊരു ചെറിയൊരു കണക്ക് ഒന്ന് വായിക്കാം. 1869 ചിങ്ങമാസം 7-ാം തീയതി ലേനാർഡ് മെത്രാപ്പൊലീത്ത ഇറക്കിയ ഇടയലേഖനത്തിൽ പിടി അരി പിരിവിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഇടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉണ്ണിമിശിഹായുടെ ധർമ്മസഭ എന്ന പിടിയരിക്കൂട്ടം ക്രമത്തോടും ജാഗ്രതയോടും കൂടെ നടത്തി വരുന്നുവെങ്കിൽ ഇതിനാലെ എന്തെല്ലാം നന്മകൾ മലയാളത്തിൽ ഉണ്ടാകുമെന്ന് അന്നേ കാണുന്നവർക്ക് മാത്രം തിരിയും. ഞാനിത് പറഞ്ഞത് സഹകരണ പ്രസ്ഥാനം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ രൂപങ്ങൾ, പ്രാഗ്രൂപങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ ഉയർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വോട്ട് ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ വോട്ടുള്ളൂ എന്നുള്ള ആ ജനാധിപത്യത്തിൻ്റെ വലിയ കാഴ്ചപ്പാട് അത് സഹകരണ പ്രസ്ഥാനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര സഹകരണ വർഷം ഇപ്രകാരം ഒരു സെമിനാർ നടത്താനായിട്ട് നമ്മുടെ ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് എടുത്ത ആ നല്ല തീരുമാനത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടും ഈ മനോഹരമായ പുസ്തകം കൈരളിക്ക് സംഭാവന ചെയ്യാനായിട്ട് അവർ കാണിച്ച വലിയ താല്പര്യത്തെയും അതിനുവേണ്ടി എടുത്ത ത്യാഗത്തെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടും ഈ പുസ്തകം ഇവിടെ കൈരളിക്ക് സമർപ്പിക്കുന്നതിൽ, ഇത് നൽകുന്നതിൽ വളരെയേറെ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുന്നു. സഹകരണ പ്രസ്ഥാനം വളരെ ദീർഘമായിട്ട് തുടങ്ങിയ ഒന്നുമല്ല. 1846 ഇംഗ്ലണ്ടിലാണ് തുടങ്ങുന്നത്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 1913 നമ്മുടെ തിരുവിതാംകൂർ വന്നു. അതിന് ഓർഗനൈസ്ഡ് രൂപം വരുന്ന 1969 നമ്മളൊരു ആക്ട് വന്നു.
അതെല്ലാം കഴിഞ്ഞ് ആ രീതിയിൽ പോകുന്ന ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനമുള്ള സ്ഥലമാണ് കേരളം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോയെന്നറിയാം, കേരളത്തിൻ്റെ സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ഫാമിലി പോലും ഉണ്ടാവില്ല. നമ്മുടെ കണക്ക് പ്രകാരം ഏതാണ്ട് അതുപോലെ തന്നെ 33% ഈ കേരളത്തിലെ ജനതയുടെ പലരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിൽ കൂടെ. സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റ് സൊസൈറ്റീൻ്റെ അല്ലാതെ സൊസൈറ്റികളുണ്ട്. അപ്പോൾ ഈ അത്രയ്ക്ക് ശക്തമാണത്. കേരളത്തിൻ്റെ തന്നെയുള്ള സാമൂഹിക സാമ്പത്തിക എല്ലാ മണ്ഡലങ്ങളും ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഒരു രീതിയിലുള്ളൊരു മാനവീയതയുള്ള മനുഷ്യമുഖമുള്ള ഈ പ്രസ്ഥാനത്തിന് ആ രീതിയിൽ വളർത്തുവാനും രീതിയിലുള്ള സംവിധാനങ്ങൾ സയൻറ്റിഫിക്കായിട്ട് വിവരിക്കാനും അത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനം ആത്മാർത്ഥമായി ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച അബ്ബാസിനെ മുക്തകണ്ഠം പ്രദർശിപ്പിക്കാൻ എനിക്ക് വളരെ ചെറുപ്പകാലം തൊട്ടത്തിൽ അബ്ബാസിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും അറിയാം. ഞാൻ അതിലേക്ക് പോകുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അതിലേക്കുള്ള ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പുതിയ ലോകക്രമം എന്ന് പറയുമ്പോൾ 91 ശേഷം അറിയാം നമുക്കൊരു ഗ്ലോബലൈസേഷൻ്റെ ഒരു ഇറയിലാണ്, അല്ലെങ്കിൽ ഒരു പുതിയ കൂടുതലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു ഇന്ത്യയിലേക്ക്. അതുപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആണ്. ഓക്കെ, അതുപോലെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് എന്ത് സാധനങ്ങളും ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യാം. അതിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചത്. നിങ്ങളിപ്പോൾ പറയുന്ന നമ്മുടെ സഹകരണ മേഖല ഏറ്റവും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ബാങ്കിങ് സംവിധാനത്തെ പറ്റി തന്നെ എടുക്കുക. ഞാനിവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, എനിക്ക് തോന്നുന്നു ഈ സെമിനാർ തുടങ്ങിയപ്പോൾ മുതൽ ഞാനടക്കം എൻ്റെ കയ്യിൽ ഈ സംഭവമുണ്ട്, മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോൺ ഇല്ലാതെ നിങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും തന്നെ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്? ഗൂഗിൾ പേ, കാശുണ്ടോ കയ്യിൽ? ഹാർഡ് ക്യാഷ് കറൻസി ഉണ്ടാവാൻ സാധ്യതയില്ല. അത് നമ്മളുടെ മക്കളുടെയും അതുപോലെ ഇപ്പോഴുള്ള യങ് ജനറേഷൻ്റെ കയ്യിൽ കാശില്ലേ ഇല്ല. അവരൊരു കാരണവശാലും നമ്മൾ കറൻസി ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആ ഒരു സംവിധാനം ഒറ്റൊരു സംവിധാനത്തിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ആ ഒരു സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് നമ്മളുടെ സഹകരണ ബാങ്കുകൾ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അത് മുന്നോട്ട് വന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ സഹകരണ സംഘങ്ങൾ എത്രത്തോളം ഇതിലേക്ക് വന്നിട്ടുണ്ട്? നിങ്ങളൊക്കെ എല്ലാവർക്കും സഹകരണ സംഘത്തിൽ അംഗത്വം ഉണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ലോണും എടുത്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മക്കൾ അതിന് തയ്യാറാകുന്നുണ്ടോ? സഹകരണ സംഘത്തിലേക്ക് മാത്രം അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ലോൺ എടുത്ത് നമുക്ക് തന്നെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു രീതിയിലേക്ക് യുവത ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ പറയാം, യുവത ഇവിടെ നിൽക്കാൻ തന്നെ താല്പര്യപ്പെടുന്നില്ല അല്ലേ? ഇപ്പോഴത്തെ ജനത എങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവരെ തിരിച്ചു പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഇതേ ടാസ്ക് ആവുള്ളത്. ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല ലോക സൃഷ്ടിക്കായി സഹകരണ സംഘങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കാതെ ഇത് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം കോവിഡ് വന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലോകക്രമത്തിൽ വിപണി മുഴുവനും സ്വകാര്യ മൂലധന ശക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഹൗസ് ഓഫ് ക്യാപിറ്റൽ അവരുടെ നിയന്ത്രണത്തിലാണ്. ഒരു വ്യക്തിയുടെ മൂലധനമല്ല, അവിടെ കോർപ്പറേറ്റ് മൂലധനം എന്നുള്ള രീതിയിലാണ്. ആ കോർപ്പറേറ്റ് മൂലധനം കൈയടക്കി വെച്ചിരിക്കുന്ന വിപണിയാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നും, അവരുടെ വികസന പ്രവർത്തനങ്ങളും അവരുടെ ഉൽപാദന പ്രക്രിയകളും അവരുടെ വിതരണ പ്രക്രിയകളും മുഴുവനും തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണെന്നും, പ്രകൃതിയുടെ ഡീഗ്രഡേഷൻ, പ്രകൃതിയുടെ മൂല്യ ശോഷണം പ്രകൃതിക്ക് ഉണ്ടാവുന്നതാണെന്നും, അതുകൊണ്ട് ഇതിനൊരു ആൾട്ടർനേറ്റീവ് ബിസിനസ് സൊല്യൂഷൻസ്
നമുക്ക് വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൽ അന്ന് പറഞ്ഞത്. 2012 നമ്മൾ അന്താരാഷ്ട്ര സഹകരണ വർഷം നടത്തിയതാണ്. ഒരു മേഖലയ്ക്കും രണ്ടാമതും സഹകരണ ഒരു വർഷം ഒബ്സർവ് ചെയ്യുന്നത് ഉണ്ടായിട്ടില്ല. വനിതാ വർഷം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഒരു വർഷത്തിൽ പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. പക്ഷേ സഹകരണത്തിന് മാത്രമാണ് രണ്ടാമത് അന്താരാഷ്ട്ര സഹകരണ വർഷം വരുന്നത്. 2012 ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാനിത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സഹകരണം ഒരു ബിസിനസ് സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യകുലത്തിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് പ്രസ്ഥാനമാണ്. വെറും ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ അല്ല ഇത്, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല, ഇത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യകുലത്തിനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയെ നിലനിർത്തിയല്ലേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും തന്നെ, സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും തന്നെ പ്രകൃതിയെയും കൂടി സംരക്ഷിച്ച് നിർത്തുന്ന ബിസിനസ് പ്രോസസ്സ് ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളാണ് ഈ സഹകരണ ബിസിനസ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രൈവറ്റ് ക്യാപിറ്റലിനടുത്ത് മത്സരിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ വിഷയം അത് തന്നെയാണ്. മത്സരം കട്ടൗട്ട് കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സഹകരണ സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നത് അത് തന്നെയാണ്. ഒരു ജൈവ ബന്ധത്തിൽ ചാലിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സഹകരണ ബാങ്കാണ് ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലാണ് ബാങ്കിൻ്റെ പ്രവർത്തനം. ഞാനിപ്പോൾ നിലവിൽ ബാങ്കിൻ്റെ ആരുമല്ല, 20 വർഷക്കാലം ബാങ്കിൻ്റെ ഭരണസമിതി അംഗമായിരുന്നു, 15 വർഷക്കാലം ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എല്ലാ നിലയിലും സാമ്പത്തിക വശങ്ങളെ മാത്രമല്ല, സഹകാരികളെ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നതിനും സാമൂഹികമായ ഇടപെടൽ നടത്തുന്നതിനും എല്ലാം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നതായ അപകടങ്ങളും വരാതിരിക്കാനുള്ള ജാഗ്രതയും ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട്. നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വിപണനം നടത്തുകയും ക്ഷേമ പ്രവർത്തനം ചെയ്യുന്നതിലൊന്നും തന്നെ ഈ സംഘ അംഗങ്ങളുമായി നേരത്തെ ഇപ്പോൾ ജൈവബന്ധം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഉപയോഗിച്ച് തേഞ്ഞുപോയി എന്നതുമാണ്. ജൈവബന്ധമില്ലാതെയും ജൈവബന്ധം എന്ന് പറയാൻ നമുക്ക് കഴിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായിരുന്നാലും അംഗങ്ങളുമായി നിരന്തര ബന്ധം പുലർത്തുന്നത് കൊണ്ടാണ് അത് സാധ്യമാകുന്നത്. പിന്നെ ഇന്നൊവേറ്റീവായി ചിന്തിക്കാനും അതിന് സമർപ്പിതമായി ഒരു കൂട്ടം ആളുകൾ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഫലം ഉണ്ടാക്കുന്നത്. ആ ഒരു ഫലം ഏത് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അംഗങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുമായി നിരന്തരം ബന്ധം പുലർത്തിയാൽ സാധ്യമാകും. അതാണ് ഞാനൊരു ഇൻ്റർനാഷണൽ സെമിനാറിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ റോബോട്ടിക് സർജറി, AI എല്ലാം തന്നെ നമ്മൾ സഹകരണ ആശുപത്രിയിൽ പകർത്തുകയാണെങ്കിൽ NCDC വായ്പയെ കിട്ടും. പക്ഷേ ഒരു കാര്യം, അവിടെ നിന്ന് ഇത് ഏറ്റവും ഒഴിവാക്കാൻ കഴിയുന്ന കാരണം എന്താണെന്ന് ഞാൻ പറയാം. ആകെ WHO കണക്കനുസരിച്ച് WHO നിഷ്കർഷിച്ചിട്ടുള്ളത് സാധാരണ പ്രസവം 85%, സിസേറിയൻ പ്രസവം 15% പാടുള്ളൂ, ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ ഈ സാങ്കേതിക കാര്യങ്ങൾ, അക്കാഡമീഷ്യൻസിൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത ഈ വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ ജനറേഷൻ നിലനിൽക്കണം. ജീവനുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ലോകമില്ല. അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ലോകം സഹകരണത്തിൽ കൂടിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലാതെ അവർ എവിടെയും പോകും. പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാലി ചങ്ങലയിട്ട് തിരിച്ചു വന്നതുപോലെ ഒരുപാട് ആളുകൾ വരും. എവിടുന്ന് വാർ പ്ലെയിനിൽ തിരിച്ചു കൊണ്ടുവന്നല്ലോ, അതുപോലെ വരും. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ളൊരു ലോകം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഈ ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ ജീവിക്കാനുള്ള ലോകം ഉണ്ടാവില്ല. അതുകൂടി നമ്മുടെ ബോധ്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടാണ് ഞാൻ കേരള ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ അതിന് ഗ്യാരണ്ടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതിന് ഉതകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്താമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം എനിക്ക് ഇൻവെസ്റ്റേഴ്സിനെ അറിയാം. ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു ഡിപ്പോസിറ്റ് മണി ഇൻ കേരള ബാങ്ക് ഈവൻ ടുഡേ. കേരള ബാങ്ക് ആയതിനു ശേഷവും അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ല. എന്ന് മാത്രമല്ല, നിങ്ങളുടെ തന്നെ ഉദ്യോഗസ്ഥന്മാരോട്, എക്സിസ്റ്റിങ്ങും റിട്ടയർഡും ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോഴും ഞങ്ങൾക്ക് ആ കോൺഫിഡൻസ് പകർന്നു തരാൻ അവർക്ക് കഴിയുന്നുമില്ല. എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റിയാണ്. അങ്ങനെ ആയിരിക്കണം. ഈ മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റി ആവുന്ന സംഘടനകൾ
ആ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും മെമ്പർമാരാക്കാൻ ശ്രമിക്കണം. എല്ലാവരെയും മെമ്പർമാരാക്കി നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഒരു സാധനം വാങ്ങാനും മറ്റുള്ളവരെ ആമസോണിനും മറ്റുള്ളവരിനും ഒന്നും അല്ല ആശ്രയിക്കേണ്ടത്, ഈ സൊസൈറ്റിയെ ആശ്രയിക്കണം. ലാഭം എന്ന് പറയുന്നത് വേണ്ടെന്ന് ആരും പറയുന്നില്ല. ലാഭം അത് സെർവ് ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കുന്നതിനുള്ളൊരു സംഗതിയല്ലേ. തിരിച്ച് അവരിലേക്ക് തന്നെ എത്തുന്ന രീതിയിൽ ലാഭം ഉണ്ടായിക്കോട്ടെ, ലാഭം വേണം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊന്ന്. രണ്ട്, ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഈ നേരത്തെ ഉപകരണങ്ങൾ എക്യുപ്മെൻറ്റ്സ് മേടിക്കേണ്ട കാര്യം പറഞ്ഞു. എക്യുപ്മെൻറ്റ്സ് മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ടെസ്റ്റുകൾ നടത്തുന്നത്, ഒരു പനി വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്തുന്നത്, ഒരു പേഷ്യൻ്റ് അവിടെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ 2000 രൂപ പോകുന്നു. അപ്പോൾ ഒരു സാമ്പ്രദായികമായിട്ട് ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്നതിനപ്പുറത്ത് സാമ്പ്രദായികമായിട്ട് ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്ന ടെസ്റ്റ് പോലത്തെ നമ്മൾ അതിനെ വിമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ടോ, ഈ ഘടകങ്ങൾ ഇതിനെ ലാഭകരമായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള ആർഗ്യുമെൻറ്റിൽ ഇതും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ സഹകരണ മൂല്യം എന്ന് പറയുമ്പോൾ അതിനെ അനുവർത്തിച്ച് പോകേണ്ടതാണല്ലോ. ന്യൂ ജനറേഷനെ ഒന്നും അട്രാക്ട് ചെയ്യാൻ പറ്റില്ല, അവരെ പോയി അങ്ങോട്ട് അട്രാക്ട് ചെയ്യണം. ന്യൂ ജനറേഷൻ ഇങ്ങോട്ട് വരുമെന്നുള്ള രീതിയിൽ മാഡം അത് പറഞ്ഞു വെച്ച് അവരാണ് ശരി, അവർ തെറ്റെന്നുള്ള രീതിയിൽ നിങ്ങളോട് മുന്നോട്ട് പോയാൽ ഒന്നും നടക്കില്ല. അവർ ശരിയാണ്, ആ സമൂഹത്തിനോട് ബന്ധപ്പെട്ട സമൂഹത്തിൽ വന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അതാണ് ശരി. ആ രീതിയിലേക്ക് അങ്ങോട്ട് പോകാം മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിംഗ് സംവിധാനത്തിന് നമ്മൾ മാറിയേ പറ്റൂ. അത് കേരള ബാങ്ക് മാറും, കാരണം അതിലേക്ക് വരിക, മറ്റ് ബാങ്കുകൾക്ക് വരാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഊറാലുങ്കലിന് ഈ ഒരു രീതിയിലുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഊറാലുങ്കൽ ഇന്ന് വരെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും റോഡുകളെടുത്തു. ആ റോഡുകൾ മുഴുവനും തന്നെ അതിൻ്റെ അന്തസ്സത്തോടു കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ കോഴിക്കോട് നമ്മുടെ ബൈപ്പാസ് പണിതത് നമ്മുടെ ഊറാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പല റോഡുകളും എ ക്ലാസ് കോൺട്രാക്ടേഴ്സ് പണിത റോഡുകൾ മുഴുവനും തന്നെ നശിച്ചുപോയി. അപ്പോൾ ഒന്ന്, ഈ പണിയിലുള്ള ഒരു ഗുണമേന്മ അത് എപ്പോഴും ഊറാലുങ്കൽ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്, അവിടുത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് 18,000 പേര് തൊഴിലെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ തൊഴിലാളികളാണ്, ആ 18,000 പേരും തൊഴിലാളികളാണ്. അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ കിട്ടേണ്ടത് അതെല്ലാം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ഊറാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിൽ വർക്ക് ചെയ്യാം. ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് യുവർ പ്ലേസ് സെൽഫ് സഫിഷ്യൻറ്റ്. അതായത് ഇപ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങളോട് പറയുന്നത് അതാണല്ലോ, നിങ്ങൾ നിങ്ങളുടെ സ്ഥലം നന്നാക്കൂ, ബാക്കിയുള്ളത് അപ്പുറത്തുള്ളവർ. ഇപ്പം എല്ലാം സർവീസ് ഏരിയ ഓപ്പറേഷൻ എന്നുള്ള രീതിയിലല്ലേ പോകുന്നത്. അങ്ങനെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിലും ഈ കൺവെൻഷണൽ അല്ലാത്ത രീതിയിൽ, അതായത് ഇപ്പോൾ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻസും അല്ലാത്തതും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.